നമ്മുടെ പ്രതിപക്ഷ നേതാവ് BD സതീശന് ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട്. സ്പീഡ് അല്പം കൂടുതലാണ് BD സതീശന്. അല്പം കൂടെന്നല്ല, ഓവർ സ്പീഡാണ് BD സതീശൻ. ആ ഓവർ സ്പീഡ് BD സതീശന് വിനയായി മാറിയിരിക്കുന്നു. BD സതീശൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം, UDF മുൻകൈ നേടിയതിന് ശേഷം അല്പം ഓവർ സ്പീഡിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ആ ഓവർ സ്പീഡാണ് ഇപ്പോൾ BD സതീശന് വിനയായി മാറിയിരിക്കുന്നത്. BD സതീശൻ നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖർ എന്ന ഒരു നേതാവ്, കേരളമൊന്നും അറിയപ്പെടുന്ന നേതാവൊന്നും അല്ല, എങ്കിലും കാമരാജ് കോൺഗ്രസിൻ്റെ നേതാവാണ്. അയാൾക്കും ഉണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി, പിന്നെ അയാൾക്കൊരു സംഘടനയുണ്ട് VSDP. അയാളെ UDFിലേക്ക് എടുക്കുകയാണെന്നങ്ങ് വെച്ച് കാച്ചി. അയാളിപ്പോൾ നിഷേധിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. UDFിലേക്ക് എടുക്കാൻ താൻ അപേക്ഷ നൽകിയിട്ടില്ലെന്നും താൻ NDAയുടെ ഭാഗമാണെന്നുമാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖറിൻ്റെ ചരിത്രമെന്തെന്ന് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം. അദ്ദേഹം കുറേ കാലമായി NDAയിൽ ഘടകകക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരള കാമരാജ് കോൺഗ്രസ് എന്നോ അങ്ങനെ ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം NDAയുടെ ഘടകകക്ഷിയാണ്. അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ ബിസിനസ്സുകൾ ഒന്നും പൊളിറ്റിക്സ് കേരള ഇപ്പോൾ പുറത്തുവിടുന്നില്ല. എന്തായാലും വിഷ്ണുപുരം ചന്ദ്രശേഖർ BD സതീശന് വിനയായി മാറിയിരിക്കുന്നു. അതാണ് പൊളിറ്റിക്സ് കേരള പറഞ്ഞത്. BD സതീശൻ സ്പീഡെന്ന് വെച്ചാൽ ഓവർ സ്പീഡാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖർ അറിയാതെ UDFിലേക്ക് വിഷ്ണുപുരം ചന്ദ്രശേഖറിനെ എടുത്തു എന്നാണ് BD സതീശൻ ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞത്. വിഷ്ണുപുരം ചന്ദ്രശേഖർ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. താനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും തനിക്ക് UDFിലേക്ക് പോകേണ്ട കാര്യമില്ലെന്നും അങ്ങനെ ഒരു അവസരം വന്നാൽ താൻ തന്നെ അറിയിക്കാമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖർ പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ചാണ്. അല്ലാതെ ഞഞ്ഞാപിഞ്ഞ വർത്താനമല്ല. സതീശനെ പോലെ ഞഞ്ഞാപിഞ്ഞ വർത്താനമല്ല വിഷ്ണുപുരം ചന്ദ്രശേഖർ പറഞ്ഞത്. അയാൾ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ സതീശൻ്റെ ഈ സ്പീഡും സതീശൻ്റെ ആ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു വല്ലാത്തൊരു തിടുക്കവും ഒക്കെയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. അതിലുപരി ഈ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റത്ത് ഒരു കേരള കാമരാജ് കോൺഗ്രസ് എന്ന പാർട്ടിയുമായി തേരാപാര നടന്നിരുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിൻ്റെ ശ്രദ്ധ നേടുന്നു. അയാൾ അറിഞ്ഞില്ല അയാളെ UDFിലേക്ക് എടുത്തത്. അയാൾ ചിന്തിച്ച് പോലും കാണില്ല ചിലപ്പോൾ. പക്ഷെ സതീശൻ പറയുന്നത് അയാൾ അപേക്ഷ നൽകിയെന്നാണ്. അപേക്ഷ നൽകിയെങ്കിൽ അപേക്ഷയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് സതീശൻ തന്നെയാണ് പുറത്തുവിടേണ്ടത്. പുറത്തുവിട്ടാലും പ്രയോജനമില്ല. കാരണം ഒരാൾ അപേക്ഷ നൽകിയെന്ന് പറഞ്ഞ് ഓടി അയാൾ ഒരു UDF യോഗം കഴിഞ്ഞതിന് ശേഷം എടുക്കേണ്ട കാര്യവുമില്ല. എന്തായാലും CK ജാനുവും നമ്മുടെ അൻവറും ഒക്കെ UDFിലേക്ക് പോയി. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖർ പോയില്ല. അയാൾ പറയുന്നു താൻ സ്വയം സേവകനാണ് എന്ന്. സ്വയം സേവകൻ എന്ന് പറഞ്ഞാൽ കരുത്തുറ്റ RSSകാരൻ എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖറിൻ്റെ പത്രസമ്മേളനം. കണ്ട ആപ്പയ്ക്കും ഊപ്പയ്ക്കും ഒക്കെ കയറി ഇറങ്ങാനുള്ള ഒരു പ്രസ്ഥാനമായി മാറിയോ UDF എന്ന് സാധാരണ ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടി വരും BD സതീശന്. കണ്ട ആപ്പയ്ക്കും ഊപ്പയ്ക്കും ഒക്കെ കയറി ഇറങ്ങാനുള്ള ഒരു പ്രസ്ഥാനമായി UDF. CK ജാനുവൊക്കെ പണം കിട്ടിയാൽ എവിടെയും മലക്കുന്നവരാണ്. മറ്റൊരാൾ നമ്മുടെ എന്താ പറയുക, അൻവറാണ്. PV അൻവർ കുറേ കാലമായി തൃണമൂൽ കോൺഗ്രസുമായി നിന്ന് UDFിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നു. പക്ഷേ UDFിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖർ എങ്ങനെ അതിലേക്ക് വന്നു എന്നുള്ളതിന് സതീശൻ ഉത്തരം പറയേണ്ടി വരും. സതീശ, സ്പീഡ് നല്ലതാണ്, അല്പം സ്പീഡ്. പക്ഷേ അത് ഓവർ സ്പീഡായി കഴിഞ്ഞാൽ
അത് വലിയ കുരുക്കിലായി മാറും. എന്തായാലും സതീശന്റെ കരണത്തടിച്ചിരിക്കുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖർ.